ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ ശ്രുതി പ്രീതിയും കൂടി അമ്പലത്തിൽ ഭാവിയിൽ നല്ല ഭർത്താക്കന്മാരെ കിട്ടുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അശ്വിൻ അവിടെ വീണ്ടും വരുന്നത്. അശ്വിനെ കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ആകെ വല്ലാത്ത പോലെ ആവണം. പ്രീതി പറയുന്നുണ്ട്, നീ അവിടെ ഇവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ട, നമുക്ക് തൊഴുതിട്ട് വരാമെന്ന് പറയുമ്പോൾ അശ്വിനാണെങ്കിൽ ശ്രുതിനെ കഴിഞ്ഞിട്ട് ആകെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. കാരണം അത്ര സുന്ദരിയായിട്ടാണ് ശ്രുതി വന്നിരിക്കുന്നത്. അങ്ങനെ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിക്ക് പെട്ടെന്ന് എന്തോ തലകറങ്ങി വീഴാൻ മുമ്പ് അശ്വിൻ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണോണ്ട് അശ്വിൻ പെട്ടെന്ന് പോയി പിടിക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചു കഴിയുമ്പോഴേക്കും പരസ്പരം മുഖത്തോട് മുഖം രണ്ടുപേരും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് തന്നെ പ്രീതി കൈമാറിയിട്ട് നമ്മൾ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുവാണ്. പിന്നീടാണെങ്കിലും അശ്വിൻ ശ്രുതിയുടെ പുറകെ തന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി വരെ അവിടെ പൂജയായിരുന്നു. പൂജ ഫുള്ളും തന്നെ ശ്രുതിയുടെ പുറകെ തന്നെ അശ്വിൻ നിൽക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ വില്ലനായിട്ടുള്ള ശ്യാം അവിടെ വരുന്നത് കാണിക്കുന്നുണ്ട്. ശ്യാമിന്റെ ഐഡന്റിറ്റി ഇപ്പം എന്തായാലും വെളിപ്പെടുത്തില്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിനെക്കുറിച്ചൊക്കെ കാണിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ ബൈ.